ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് ദൈവവചനം പറയുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ വിചാരങ്ങളെയും ഭയങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കുമെന്ന് ദൈവത്തിനറിയാം. എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, ുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനത്രയെന്ന്. ദൈവപൈതലേ, ദൈവം മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പാപമൊഴികെ സകലത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെയും വേദനകളെയും ഭയങ്ങളെയും എല്ലാം അതിൻ്റെ ആഴത്തിൽ ദൈവത്തിന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട എന്ന്. പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയത്രേ വേണ്ടത്. ആമേൻ. നാം ഇന്ന് ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും അതിന്മേൽ ജയം തരുവാൻ ശക്തനായ സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറയുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് 7-ാം വാക്യം പറയുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നാം നിറയുവാൻ ഇടവരുമെന്ന് വചനം പറയുകയാണ്. മനുഷ്യൻ തരുന്ന സമാധാനത്താലല്ല, ദൈവം തരുന്ന ക്രിസ്തുയേശുവിലുള്ള സമാധാനത്താൽ നമ്മുടെ ഹൃദയവും ചിന്തകളും ഈ നിമിഷം തന്നെ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.